ഒരു സാഹിത്യ ദൈവത്തിന്റെ തുടർ ജീവിതം. ഭാഷയുടെ അടിയിൽ ജീവനുണ്ട്, അതിൽ നിന്ന് ഊർജം സ്വീകരിച്ച് ഭാഷ വളരുകയാണ് ചെയ്യുന്നത്. ഹിന്ദി ഒരു സന്ദർഭത്തിൽ പറഞ്ഞതോർക്കുന്നു. ഹിന്ദിയുടെ ജീവിതം ആരംഭിക്കുന്ന കാലത്തെ ഭാഷയിൽ നിന്നും, ചിന്തയിൽ നിന്നും, ഭാവനയിൽ നിന്നും മോചനം നേടിക്കൊണ്ടാണ് വളർന്നത്. ആ കാലത്തെ പ്രമേയങ്ങൾ അദ്ദേഹം തന്റേതായ രീതിയിൽ വികസിപ്പിച്ചു. അതോടൊപ്പം ഭാഷയും വളർന്നു. പാറപ്പുറത്ത് തകഴി, പൊൻകുന്നം, വർക്കി, കാരൂർ തുടങ്ങിയവരിൽ നിന്നു ഭാഷയെ കുറെ കൂടി വ്യക്തിപരവും വൈകാരികമാക്കി താൻ അനുഭവിച്ചതിനെ കൂടുതൽ സുഭഗമാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. എഴുതുന്നത് എന്തുമാകട്ടെ, അതിലൊരു വ്യക്തിഗതമായ നിരീക്ഷണമുണ്ടാകും. അത് അനുഭവിച്ചത് തന്നെയാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെയോ ലഹളകളുടെയോ ലോകം അദ്ദേഹത്തെ ആകർഷിക്കാത്തതിന് കാരണം അതാണ്. അദ്ദേഹത്തെ വലിയ കോലാഹലങ്ങളോ വിപ്ലവങ്ങളോ സ്വാധീനിച്ചില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ സംഭവിച്ച ഭൂകമ്പങ്ങളായിരുന്നു എഴുതിയതെല്ലാം. സാദത്ത് ഹസൻ മന്നു പറഞ്ഞു, എന്റെ കഥകളിൽ ഞാൻ സത്യം മാത്രമേ തുറന്നു കാണിച്ചിട്ടുള്ളൂ. എന്റെ മനസ്സിലും ഈ ചിന്തകൾ ഉണ്ടായിരുന്നിരിക്കാം. അദ്ദേഹം പക്ഷേ ഒരു വ്യത്യസ്തത സൂക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും തൊട്ടു കാണിക്കാവുന്ന യാഥാർത്ഥ്യങ്ങളല്ല എന്റെ എഴുതിയ മഞ്ഞില്ലേ. വിമലയുടെ പ്രണയം നഷ്ടവും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പും ഒരു മനുഷ്യനന്മയില ചെന്നെത്തുന്നത് ഇന്നത്തെ കാലത്ത് ആരും കാത്തിരിക്കുന്നില്ല. എല്ലാവർക്കും അതിവേഗം പ്രവർത്തിക്കണം. വേഗതയില്ലാത്തവർ പിന്തള്ളപ്പെട്ടവരാണ്. കാത്തിരിക്കുന്നവർ കാലത്തിനു നിരക്കാത്തവരും. എംഡിയുടെ വിമല കാത്തിരിക്കുകയാണ്, വരാതിരിക്കില്ല. കാത്തിരിപ്പിനോളം വലിയ പ്രാർത്ഥനയില്ല. ഒരാൾ വരുമെന്ന് കരുതി കാത്തിരിക്കുന്നതിൽ മനുഷ്യത്വത്തിന്റെ മഹാമനസ്സാണുള്ളത്. ഒരാൾ മറ്റൊരാളെ അനന്തമായി സ്നേഹിക്കുന്നു എന്ന സന്ദേശമാണ് മനുഷ്യനിൽ വിശ്വസിക്കുകയാണ്. അത് ഈ കാലത്തിന്റെ രീതിയല്ല. ഇപ്പോൾ യാതൊന്നിനും ഗ്യാരണ്ടില്ലെന്ന് വിശ്വസിക്കുന്നവരാണുള്ളത്. ഗ്യാരണ്ടി എന്ന വാക്കിന് ഒരു കച്ചവയുണ്ട്. അതിന് തൊക്കനല്ലുന്ന മനുഷ്യത്വത്തിന്റെ മഹാമനസ്സാണുള്ളത്. ഒരാൾ മറ്റൊരാളെ അനന്തമായി സ്നേഹിക്കുന്നു എന്ന സന്ദേശമാണത് മനുഷ്യനിൽ വിശ്വസിക്കുകയാണ്. അത് ഈ കാലത്തിന്റെ രീതിയല്ല. ഇപ്പോൾ യാതൊന്നിനും ഗ്യാരണ്ടില്ലെന്ന് വിശ്വസിക്കുന്നവരാണുള്ളത്. ഗ്യാരണ്ടി എന്ന വാക്കിന് ഒരു കച്ചവടച്ചുവയുണ്ട്. അത് ഈട് നിൽക്കുന്നതും ലാഭം തരുന്നതുമായ ബന്ധങ്ങൾ തുടരുന്നു. അപ്പോഴും അതിൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ എംഡിയുടെ വിമല ഓർമ്മകൾ സ്വയം നിക്ഷേപിക്കുകയാണ്. ഓർമ്മകൾ ജീവിക്കാമെന്ന് തെളിയിക്കുകയാണ്. ഓർക്കുമ്പോൾ പുതിയ ജാലകങ്ങൾ തുറക്കുകയാണ്. അത് അസ്തിത്വത്തിൽ വിശ്വാസവും സ്ഥിരീകരണവും നൽകുകയാണ്. കറയറത്ത പ്രേമത്തിലാണ് ഈ കാത്തിരിപ്പുള്ളത്. വേറൊന്ന് സ്വീകരിച്ച് നികത്താവുന്നതല്ല മനുഷ്യ ബന്ധുവെന്ന തിരിച്ചറിവ്. അല്ലെങ്കിൽ ബോധ്യം വളരെ വിലപ്പെട്ടതാണ്. ഈ ആശയം ഇന്ത്യയുടെ കണ്ടെത്തലാണ്. അത് അദ്ദേഹത്തിന്റെ തലമുറയിലെയോ അതിനു മുമ്പുള്ള തലമുറയിലെയോ എഴുത്തുകാരുടേതല്ല. അദ്ദേഹം ഈ വിശ്വാസത്തിൽ എത്തിയതിനു കാരണമുണ്ട്. അദ്ദേഹം വായിച്ചതും പഠിച്ചതും ആസ്വദിച്ചതും ആരാധിച്ചതും സാഹിത്യത്തെയാണ്. അദ്ദേഹം വായിച്ച കവിതകളിലെ ജീവിതമൂല്യം ജീവിതത്തെ തള്ളിപ്പറയുകയോ സംശയിക്കുകയോ ചെയ്യുന്നതായിരുന്നില്ല. പ്രത്യക്ഷത്തിൽ കണ്ടത് എംഡി സ്വീകരിച്ചില്ല. ബാഹ്യമായ സംഭവങ്ങൾ വാടിക്കരിഞ്ഞു പോയ ശേഷം എന്ത് ശേഷിക്കുന്നു എന്നാണ് എംഡി നോക്കിയത്. അതിനാണ് യാഥാർത്ഥ്യത്തിന്റെ മൂല്യമുള്ളതെന്നു അദ്ദേഹം ചിന്തിച്ചു. സമൂഹത്തിന് ഒരു വേട്ടക്കാരന്റെ മനസ്സാണ്. ഇരവീഴുമ്പോഴേ അതിനു തൃപ്തിയാവൂ. വീർക്കുന്നത് വിനോദം മാത്രമല്ല, ഒരാഘോഷവും.